രാജ്യത്ത് നാർക്കോട്ടിക് ടെററിസം നടക്കുന്നുണ്ടെന്ന് DGP റവാദ ചന്ദ്രശേഖരന്റെ വെളിപ്പെടുത്തൽ. ഇന്ത്യയിലേക്ക് വൻതോതിൽ വിദേശ സിന്തറ്റിക് ഡ്രഗ്സ് എത്തുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് സിന്തറ്റിക് ലഹരി ഒഴുകുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ കേരളത്തിലേക്കുള്ള ഡ്രഗ് ട്രാഫിക്കിങ്ങിനെതിരെ കേരള പോലീസ് പദ്ധതി തയ്യാറാക്കുമെന്ന് DGP റവാദ ചന്ദ്രശേഖർ 24-നോട് ആൻസർ പ്ലീസ് എന്ന പരിപാടിയിൽ ദീപക് തർമ്മടത്തോട് പ്രതികരിക്കുകയായിരുന്നു DGP. ഇന്ത്യയെ എന്തുകൊണ്ട് ഇങ്ങനെ ഡ്രഗ് ട്രാഫിക്കിൽ അല്ലെ ഒരു ഡ്രഗ് സെൻറ്ററാക്കി മാറ്റാൻ വേണ്ടി മറ്റു രാജ്യത്തു നിന്നാണ് ഒബിയസ്ലി വരുന്നത്, ഇത് വിദേശത്തു നിന്നും വരുന്നതാണ് കൂടുതലും. നമ്മൾ പിടിച്ചത് എൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒക്കെ തന്നെ സീ പോർട്ടിലും എയർപോർട്ടിലും ഒക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അത് വൈ ദേ ആർ ടാർഗറ്റിംഗ് ഇന്ത്യ? ഇതിൽ രണ്ട് കാരണങ്ങൾ. ഒരെണ്ണം നമ്മുടെ ജോഗ്രാഫിക്കൽ ലൊക്കേഷനാണ് വന്നത്. രണ്ടാമത്തത് ഇവിടുത്തുള്ള ബാക്കി ആളുകൾക്ക് ഇവിടുത്തെ ഏജൻസും കിട്ടുന്നുണ്ട്. ആരെങ്കിലും ഈ കാട്ടിലോ ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന കാണും. അതിനെ മെയിനായിട്ട് ജോഗ്രാഫിക്കൽ ലൊക്കേഷനാണ് തോന്നുന്നത് എനിക്ക്. അതൊരു ട്രാൻസിറ്റ് സെൻ്ററായിട്ട് ഇന്ത്യയെ ഉപയോഗിക്കാം. നമ്മുടെ ഏജൻസീസ് കുറച്ചുകൂടി ജാഗ്രത പാലിച്ചിരുന്നില്ലേ ഒരു ഘട്ടത്തിൽ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് മറ്റ് അന്യ പാകിസ്ഥാനും അങ്ങനത്തെ പോലത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടത്തിപ്പിക്കുക. ആ വരുന്ന പ്രൊസീഡ്സിന് അവർ ടെററിസത്തിന് വേണ്ടി ടെററിസ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഉപയോഗിക്കണം. നാച്ചുറൽ നാർക്കോട്ടിസം ഇതിലുണ്ട്. അപ്പം കേരളത്തിലേക്ക് നാർക്കോ ടെററിസം ഇൻഡിക്കേഷൻസ് ഉണ്ടോ? ഇപ്പോൾ വരെ നമുക്ക് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കിട്ടിയിട്ടില്ല. ഇന്ത്യയിലെത്തി, പക്ഷേ കേരളത്തിലെത്തിയില്ല. ഇന്ത്യ അവരുടെ ശ്രമമുണ്ട്, പക്ഷേ അതിന് നേരിടാനുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല രീതിയിൽ ഈ കാര്യത്തിൽ വളരെ ശക്തമായി നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് പല ഇഷ്യൂസിൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റി അല്ലേ? അങ്ങനെ പറഞ്ഞാൽ കറക്റ്റ്. അതെ. താനിരുന്ന പോലീസ് കസേരകളിലൊക്കെ തന്നെ ജനങ്ങളോട് വളരെ മാന്യമായ പെരുമാറ്റം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എപ്പോഴും റവാദ ചന്ദ്രശേഖർ. ഇപ്പോൾ അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് DGP ആയി വന്നിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലെത്തുന്നവരോട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്നേഹത്തോടെ പെരുമാറണമെന്നാണ് റവാദ ചന്ദ്രശേഖർ പറയുന്നത്. പരാതിക്കാരുടെ വിഷമം ഉൾക്കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. പോലീസിങ് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം കൂടി പോലീസിന് കിട്ടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വേണമെന്നാണ് റവാദ ചന്ദ്രശേഖർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപദേശിക്കുന്നത്. കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ പൊതുവെ കുറവാണ്. ക്രൈം റേറ്റ് ഉയരുന്നത് എല്ലാ കുറ്റങ്ങൾക്കും FIR ഇടുന്നതുകൊണ്ടും കേസെടുക്കുന്നതുകൊണ്ടുമാണെന്നും DGP പറയുന്നു. സംസ്ഥാനത്ത് തട്ടിപ്പ് കേസുകൾ ഏറി വരുന്നതായും DGP 24-നോട്. ഡിസിപ്ലിൻ എൻഷുർ ചെയ്യുന്നതിൽ എങ്ങനെയാണ് അന്ന് സേനയെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്? ഡിസിപ്ലിൻ താങ്കൾ സൂചിപ്പിക്കാറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഴ്ച കൊണ്ട് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് നമുക്ക് പോലീസ് നയിക്കുന്നതിനും പിന്നെ ജനങ്ങളുടെ സേവനത്തിനും ബന്ധമുണ്ടെന്ന്. പിന്നെ നമ്മുടെ ഈ അനാവശ്യമായിട്ട് രീതിയിൽ മുന്നോട്ട് പോവാതെ നമ്മുടെ കാര്യത്തെ സംബന്ധിച്ച് ഒരു ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഡിസിപ്ലിൻ. ആക്ച്വലി കേരള പോലീസ് നല്ല ഡിസിപ്ലിൻ പോലീസ് ഫോഴ്സ് തന്നെ, എനിക്ക് അതിന് സംശയമില്ല. എൻ്റെ സഹപ്രവർത്തകർ നല്ല സഹപ്രവർത്തകരാണ്. അതിന് മെച്ചമാക്കാൻ ഒരു ശ്രമം മാത്രം ബാക്കിയുണ്ടാക്കി. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ നാഷണൽ തലത്തിലുള്ള ഈ ഒരു ആൻറ്റി ഡ്രഗ് മൂവ്മെൻറ്റും ക്യാമ്പയിനും അതുപോലെ ഡ്രഗ് മാഫിയയുടെ ഡ്രഗ് ട്രാഫിക്കും കേരളമായി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു പാൻ ഇന്ത്യ അത് കേരള കമ്പാരിസൺ ഒന്ന് സാർ പറയും? സാർ ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്ത ആളാണ്. കേരളം when compared to the rest of the places better ആണ് 100%. റവാദ ചന്ദ്രശേഖറുമായി സംസാരിച്ച ദീപക് തർമ്മടം തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത്. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വളരെ വലിയ സങ്കല്പങ്ങളും ആശയങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ക്രമസമാധാന രംഗത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ നമുക്ക് കരുത്തേകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വിവരങ്ങൾ? SK അത് തന്നെയാണ്. റവാദ ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു പാൻ ഇന്ത്യൻ എക്സ്പോഷർ ഉണ്ട്. അദ്ദേഹം നേരത്തെ IBയിൽ 16 വർഷം രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ, അതായത് പ്രത്യേകിച്ചും IB ഹെഡ്ക്വാർട്ടേഴ്സിലെ നമ്പർ 2 ആയി IBയുടെ സ്പെഷ്യൽ ഡയറക്ടറായി പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബേസ്ഡ് പോലീസിംഗ് അദ്ദേഹം ഈ അഭിമുഖ വേളയിൽ പറഞ്ഞത് ഈ കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നത് പോലെ ഒരു സംഭവം, ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം ഇടപെടുന്നതിന് പകരം കുറ്റകൃത്യം തന്നെ ഇല്ലാതാക്കാനുള്ള ബേസ്ഡ് ഓപ്പറേഷനിലേക്ക് കേരള പോലീസിനെ മാറ്റും എന്നുള്ളതാണ്. അതിൽ 2 കാര്യങ്ങൾ വളരെ നിർണായകമായി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ അത് കാണാൻ സാധിക്കും പ്രേക്ഷകർക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാർക്കോ ടെററിസം രാജ്യത്തുണ്ട്, പക്ഷേ കേരളത്തിൽ അത് എത്തിയിട്ടില്ല, ജാഗ്രത പാലിക്കണം. നമ്മുടെ SKN40 യാത്രയെക്കുറിച്ചും നമ്മുടെ ജ്യോതിർഗമയെക്കുറിച്ചും എല്ലാം ഞാൻ DGPയോട് വിശദമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ തകർക്കാൻ തന്നെയുള്ള, രാജ്യത്തിൻ്റെ യുവതയെ തകർക്കാനുള്ള
ഒരു ഗൂഢനീക്കം ഇതിന് പുറകിലുണ്ട്. അതുകൊണ്ട് വലിയ ജാഗ്രത, പ്രത്യേകിച്ചും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വലിയ ജാഗ്രത അനിവാര്യമാണ്. നമുക്ക് മുൻപിൽ പഞ്ചാബിൻ്റെ ഒരു വളരെ ക്രൂഷ്യലായ ഉദാഹരണമുണ്ട് എന്നുള്ളതും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിന്തറ്റിക് ഡ്രഗുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് മറ്റു പല രാജ്യങ്ങളിലൂടെ എത്തുന്നതിൻ്റെ IBയുടെ വിവരങ്ങൾ കൃത്യമായി ഉണ്ട് എന്നുള്ള കാര്യം കൂടി SKN അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN ഇതിൽ നർക്കോ ഇഷ്യൂവിൽ അതിശക്തമായ നടപടിയിലേക്ക്, ഒരു സംയുക്ത ഓപ്പറേഷനിലേക്ക്, അത് ഒരു ഇന്ത്യ ബേസ്ഡ് ഓപ്പറേഷനിലേക്ക് കേരള പോലീസ് കടക്കാൻ പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നുള്ളത്. അത് DGP സ്ഥിരീകരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അതിൽ പലരും, പല പ്രവർത്തകരും SDPIയിലേക്ക് മാറി പ്രവർത്തനം തുടരുന്നുണ്ട്. അത് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരള പോലീസിലും ആ കാര്യത്തിൽ വർക്കൗട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ് SKN നമ്മളോട് പറഞ്ഞത്. ഏതായാലും വളരെ നിർണായകമായ കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം മനസ്സ് തുറക്കുന്നുണ്ട്. ആൻസർ പ്ലീസിൽ SKN. താങ്ക് യു ദീപക് തർമ്മണം. തിരുവനന്തപുരത്താണ് ദീപക് തർമ്മണം തത്സമയം മോർണിംഗ് ഷോയിൽ ചേർന്നത്.